Good morning, all of you. Okay, how are you? എല്ലാവർക്കും സുഖാണോ? ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഫസ്റ്റ് ലെസൺ കേരളം എന്ന പാഠായിരുന്നു അല്ലേ? ഓക്കെ, എന്തായിരുന്നു പാട്ട്? അപ്പോ ആരാ ഇന്നത് പാടുന്ന നോക്കട്ടെ. ഹാദിയ ഇന്നത് പാടുന്നുണ്ടേ. ഹാദിയ പ്ലീസ് അൺമ്യൂട്ട് ഹാദിയ. ഓക്കെ, ഹാദിയ അത് പാടും. ഫസ്റ്റ് ലെസണിലത്തെ നമ്മളെ പാട്ട് നല്ലൊരു കവിതയായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോ പി ഭാസ്കറിന്റെ ആണല്ലേ? അത് പാടും ഇപ്പോ. ഓക്കെ, ഹാദിയ സ്റ്റാർട്ട് ചെയ്തോ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാളിടങ്ങളിൽ മണ്ണുണ്ട്. മണ്ണുണ്ട്. മധുരം മധുരം മലയാളം. ഓക്കെ, അപ്പൊ നമ്മളെ ഫസ്റ്റ് പാഠത്തിന്റെ എന്താ? നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു മണ്ണുണ്ട്. ഓക്കെ, ഗുഡ്. നാരായണ കിളി കൂടുപോലുള്ളൊരു നാലുകാലോലപ്പൂരയുണ്ട്. സൗണ്ട് വരുന്നുണ്ടല്ലേ മക്കളെ? അപ്പൊ എന്താണ്? നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാളികേരങ്ങഴി മണ്ണുണ്ട്. നാരായണ കിളി കൂടുപോലുള്ളൊരു നാലുകാലോലപ്പൂരയുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടോ മക്കളെ? ഇവിടെ കുറച്ച് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വള്ളം. വള്ളം എന്ന് പറഞ്ഞാൽ തോണി അല്ലേ? വള്ളം എന്ന് പറഞ്ഞാൽ അറിയാത്ത വെള്ളം അല്ല കേട്ടോ, വള്ളം. ഓക്കെ, കുട്ടനാടൻ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയി. ചിത്തയുണ്ടല്ലേ അതിന്റെ ഇടയിൽ? ഓക്കെ, ഗുഡ്. അപ്പൊ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കൊയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുഴവ വേണം. ഓക്കെ, അതാണ് നമ്മുടെ വള്ളം നിന്റെ പാട്ട് അല്ലേ? നെക്സ്റ്റ് പിള്ള, വള്ളി, തുള്ളി, മുള്ളി. ഇത്രയും എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ വാക്കാണ് എഴുതിയത്? എല്ലാരും ടെക്സ്റ്റ് എടുത്തേ. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. എന്നിട്ട് പെൻസിൽ കൊണ്ട് എഴുതണേ. എന്താ എഴുതേണ്ടത്? ആ കോളത്തില് പിള്ള, താഴെ തന്നെ അതന്നെ എടുത്ത് എഴുതണം. ഒന്ന് എഴുതി നോക്കിയേ. എഴുതി നോക്കിയേ എല്ലാവരും. താഴത്തെ ആ കളത്തിൽ എന്ത് എഴുതണം? പിള്ള. മുകളിൽ എഴുതിയ പോലെ താഴെ എഴുതിയേ. ഓക്കെ, എഴുതണേ. പിള്ള. നെക്സ്റ്റ് വള്ളി. അടുത്തതിൽ എഴുതിയേ. ഓക്കെ, 1 മിനിറ്റ് മിസ്. എഴുതണേ എല്ലാവരും. പിള്ള, നെക്സ്റ്റ് വള്ളി. മെല്ലനെ വൃത്തിയിൽ എഴുതണം. തുള്ളി എഴുതിയോ? അടുത്ത കോളത്തിൽ എന്താ എഴുതേണ്ടത്? താഴത്തെ കളത്തിൽ എന്ത് എഴുതണം? തുള്ളി.
കാ എഴുതി, പൂച്ചിനൊട്ടു, ളാ എഴുതി, അപ്പൊ ഒരു ലായും കൂടെ എഴുതി വള്ളി ഇടണം അല്ലേ? തുള്ളി. എഴുതിയോ എല്ലാവരും? ആ മുകളിലുള്ള തന്നെ താഴെ എടുത്ത് എഴുതാൻ വേണ്ട കേട്ടോ. വായിക്കാം, എഴുതാം. അപ്പൊ വായിച്ച് എഴുതണം അല്ലേ ആൻഡ്രോസേ? ആൻഡ്രോസ്, ലിസൺ ഹിയർ ആൻഡ്രോസ്. അപ്പൊ എഴുതിയോ? തുള്ളി. നെക്സ്റ്റ് മുള്ള്. ഇങ്ങനെ മുള്ള എഴുതുക. ആദിത്യൻ എഴുതിയോ മോനെ? അപ്പോ പിള്ള, വള്ളി, തുള്ളി, മുള്ള് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേറെ ഏതാ അറിയാ ഇള്ള വെച്ചിട്ടുള്ള വാക്കുകള് അറിയോ? വേറെ ഏത് വാക്കാ ഇള്ള വെച്ചിട്ടുള്ളത് അറിയോ നിങ്ങക്ക്? വെള്ളം നേതുമ്പോ എന്തുണ്ടാവും? ഇള്ള ഉണ്ട് അല്ലേ? വള്ളം നേതുമ്പോഴോ? ഇള്ള. അപ്പൊ അങ്ങനെ എഴുതി നോക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പോ എങ്ങനെ ഇള്ള എന്ന കൂട്ടക്ഷരം എഴുതുന്നതെന്ന് കാണിച്ചു തരികയാണേ. ഇള്ള എല്ലാവർക്കും അറിയോ? അപ്പോ ഇള്ളാന്നില് വേറെ ഏത് വാക്കാ അറിയുക? അപ്പൊ നെല്ല് പറഞ്ഞ അറിയോ എല്ലാവർക്കും? നെല്ല് നെല്ല് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഓക്കെ, നെല്ല് കുത്തുമ്പോ അരി ഉണ്ടാവും അല്ലേ? നമ്മള് കഴിക്കുന്ന അരി ചോറാക്കി കഴിക്കുന്നില്ല നമ്മള്. ഓക്കെ, അതാണ് നെല്ല്. നെല്ല് കണ്ടിട്ടില്ലാത്തവർ ഇതാ ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ വായിക്കാം. എന്ത്? ഞാറായാൽ ചോറായി. എന്താ താഴെയുള്ളത്? ഉറക്കെ മിസ്സിന്റെ കൂടെ വായിച്ച എല്ലാവരും. ഞാറായാൽ ചോറായി അല്ലേ? ഞാറായാൽ ചോറായി. ഞാറായാൽ എന്തായി? ചോറായി. നെല്ലിന്റെ പിക്ചർ ഉണ്ട്, എല്ലാവരും നെല്ലിനെ ഒന്ന് നോക്കിക്കോട്ടോ, നെല്ല് കാണാത്തവരുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചിന്ന്? ഇനി എന്താ എഴുതേണ്ടത്? മുല്ല എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ അതില്? മുല്ല കണ്ടോ എല്ലാവരും ടെക്സ്റ്റില്? മുല്ല അതേപോലെ എടുത്ത് ആ കളത്തിൽ എഴുതിയേ. മുല്ല എന്ന് എഴുതിയ എല്ലാവരും പെൻസിൽ കൊണ്ട്. മുല്ല. എല്ലാരും പെൻസിൽ യൂസ് ചെയ്താൽ മതി. മുല്ല. മാ എഴുതുക, പൂച്ചിനൂടാ. അഫ്രാസേ എഴുതിയ മോനെ? നിവേദ്യ കുട്ടി, where are you going? ഓക്കെ, എഴുതിയേ. ടെക്സ്റ്റിൽ എഴുതിയ മുല്ല എന്ന് അതേപോലെ നോക്കി അവിടെ എഴുതിയേ. മുല്ല. എങ്ങനെ എഴുതും മുല്ലാന്ന്? മാ എഴുതുക, ഒരു ഊച്ചിന് ഇടുക, എന്നിട്ട് ലാ എഴുതിയിട്ട് അടിയിലൊരു ഇതിടാനുണ്ട് അല്ലേ? ഇല്ല എങ്ങനെ എഴുതുക? അതാണ് അതിൽ പഠിക്കുന്നത് നമ്മള്. ആദ്യം നമ്മൾ ഇള്ള എങ്ങനെ എഴുതാന്ന് പഠിച്ചു. ഇപ്പൊ നമ്മൾ എന്താ പഠിക്കുന്നത്? ഇല്ല. ഇല്ല. ലാ എഴുതിയിട്ട് അതിന്റെ അടിയിലൊരു സാധനം ഇടുന്നുണ്ട് അല്ലേ? എങ്ങനെ ഇടുന്നേ? നോക്കിയേ ഒന്ന്. ഓ Ashwini, slate. Where is your slate? Slate. എടുത്തിട്ട് വന്ന് അപ്പുറം. ഓക്കെ, ചോക്ക്. താഴെ ഉണ്ടാവും ചോക്ക്. ഓക്കെ, അപ്പൊ ഇല്ല എഴുതാൻ എല്ലാവരും പഠിച്ചോ? ഓഫീസിലുണ്ടാവും താഴെ, നമ്മളെ റൂമിലുണ്ടാവും. കല്ല്. കല്ല് എങ്ങനെ എഴുതും? കല്ലിന് കാ എഴുതി
അല്ലേ? ഇല്ല എഴുതിയിട്ട് ചന്ദ്രക്കല ഇടണം. ഓക്കെ, കല്ല്. അതിന് തൊട്ടപ്പുറത്തെ കോളത്തിൽ എഴുതിയേ കല്ല്. ചന്ദ്രക്കല, കല്ല്. ദേവാങ്ക് എഴുതിയ മോനെ? കല്ല് എഴുതിയോ എല്ലാവരും? കല്ലിന് നെക്സ്റ്റ് എന്താ? കല്ല് കഴിഞ്ഞാല് ആ കോളത്തിൽ നല്ല ഭംഗിയായി എഴുതണേ പെൻസിലുകൊണ്ട്. മെല്ലനെ എഴുതിയാ മതി, തിരക്കൊന്നുമില്ല. അപ്പൊ കല്ല്. അത് കഴിഞ്ഞിട്ട് പല്ലി. എങ്ങനെയാ ഇല്ല ഇത് നല്ല പോലെ പഠിക്കണേ. പല്ലി. എഴുതിയോ എല്ലാവരും ആ കളത്തില്? ചെല്ലം. അടുത്ത വേർഡ് എന്താ? ചെല്ലം. ആദ്യത്തിൽ നമ്മൾ ഇള്ള എഴുതാൻ പഠിച്ചു അല്ലെ? ഇപ്പൊ ഇല്ല എഴുതാൻ പഠിച്ചു. ഓക്കേ, എഴുതിയോ എല്ലാവരും? ആയിഷ എഴുതിയോ മോനെ? ഓക്കെ, എല്ലാം എഴുതണേ. അതിലുള്ളതെല്ലാം ഇപ്പൊ തന്നെ എഴുതണം. ഏബൽ മാത്യു എഴുതി. ആൻഡ്രോസ് എഴുതിയോ? ആയുഷ്, റസീൻ കെ എഴുതിയോ മോനെ? അഫ്രാസ്, നിവേദ്യ വിനോദ്, നാസ മറിയം എഴുതിയടാ? വേഗം എഴുതിയേ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ നമ്മൾ ഇള്ളായാണ് പഠിച്ചത്. ഇപ്പൊ എന്താ പഠിച്ചത്? ഇല്ല. ഓക്കെ, മിസ് കാണിച്ചു തരാ. ഓക്കെ, ഇല്ല അല്ലെ? എങ്ങനെ എഴുതുക? ഇല്ല ലാ എഴുതിയിട്ട് അടിയിലൊരു സാധനം ഇട്ടു അല്ലേ? ഓക്കെ, ഇല്ല. അപ്പൊ ഈ ഇല്ല വെച്ചിട്ടുള്ളതാ നമ്മൾ ഇപ്പൊ എഴുതുന്നേ. കല്ല്, മുല്ല, പല്ലി, ചെല്ലം അല്ലേ? മുല്ല എഴുതുമ്പോ എന്ത് എഴുതണം? മാ എഴുതി കാണിച്ചടാ. മൂ ഇല്ല, മുല്ല അല്ലേ? എങ്ങനെ എഴുതണ്ടേ? മുല്ല എഴുതല്ല, മുല്ല എഴുത. അതിപ്പോ എഴുതണ്ട. അപ്പൊ മുല്ല അതിപ്പോ എഴുതണം. ഇപ്പൊ മുല്ല. നെല്ല് എന്നില്ല പാഠം നമ്മൾ എഴുതുന്നത്. അപ്പൊ നെല്ല്. ഓക്കെ, മുല്ല. മുല്ല സംസാരിക്കരുത്. ഓക്കെ, അപ്പൊ മുല്ല എഴുതിയോ? എല്ലാ കോളത്തിലും എഴുതിയോ അലൻ? കഴിഞ്ഞോ? മുല്ല എഴുതി. ഓക്കെ, എല്ലാം എഴുതി. സൂപ്പർ. പല്ലി എഴുതി, കല്ല് എഴുതി, ചെല്ലം അല്ലേ? ഇനി ഇല്ല വേറെ ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് അറിയോ? നെല്ല് നമ്മൾ പഠിച്ചു, മുല്ല, പല്ലി, പിന്നെന്താ ഉള്ളത്? ഓക്കെ, ഏതൊക്കെയാ ഉള്ളത്? നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറെ വാക്കുകളുണ്ട്. അല്ല, ഇല്ല അല്ലേ? പുല്ല്, പുല്ലെല്ലാം അറിയില്ലേ നമുക്ക്? മഴവില്ല്, ഇല്ല ചേർത്ത് എത്ര പദങ്ങളുണ്ടല്ലേ? മഴവില്ല്, നല്ലത് അല്ലേ? നല്ലത്, എല്ലാം, കുറേ പദങ്ങളില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതില് നെല്ല്, മുല്ല, പല്ലി, കല്ല്, ചെല്ലം, ഇത്രയും വേർഡ് നമ്മൾ ഇതിൽ പഠിച്ചു. അത് കൂടാതെ എത്ര എണ്ണം ഉണ്ടല്ലേ? കുറേ ഉണ്ട്. മഴവില്ല്, എല്ലാം, അല്ല, അതൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ, എഴുതണ്ട. ഓക്കെ, പിന്നെ ഏതാ? നല്ലത് അല്ലേ? നല്ലത് എന്ന് ഇല്ല വേണം അല്ലേ? നല്ലത്. പിന്നെയോ? പുല്ല്, ഇല്ലി. ഇതെല്ലാം എഴുതാൻ നമുക്ക് ഇല്ല ചേർത്തിട്ടാണ് എഴുതേണ്ടത്. ഇല്ല എങ്ങനെ എഴുതണമെന്ന് പഠിച്ചുവല്ലോ. അപ്പൊ നമ്മള് കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ ഉള്ള ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ചിഹ്നങ്ങൾ എഴുതുന്നതില് നമ്മള് ടാ ടാ ടി അവിടെ വരെ എത്തിയത് അല്ലേ? അപ്പൊ അതിനുശേഷമുള്ള പാപ്പ, പിപി എല്ലാം എല്ലാവരും എഴുതിയിട്ടുണ്ടായിരുന്നോ? നല്ല എഴുതി അല്ലേ എല്ലാവരും?
ഓക്കെ, അങ്ങനെ എല്ലാ അക്ഷരങ്ങളും വെച്ചും ചിഹ്നങ്ങൾ എഴുതണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് എഴുതാൻ എളുപ്പമാവും. ഇപ്പൊ നമ്മൾ ഇള്ള പഠിച്ചു, ഇല്ല പഠിച്ചു അല്ലേ? ഓക്കെ അല്ലേ? ആദിൻ പഠിച്ചില്ലേ അതിനെ? ഓക്കെ, എഴുതിയോ? ബിയോണ എഴുതിയ മോളെ? എയ്ബൽ മാത്യു എഴുതി. റയാൻ എഴുതിയോ? ഓക്കെ, അപ്പൊ ഇത് ടെക്സ്റ്റിൽ എഴുതിയല്ലോ നിങ്ങള്. ഈ കോളം കംപ്ലീറ്റ് ചെയ്തില്ലേ അല്ലേ? മുല്ല. ഓക്കെ, എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് കാണിച്ചു തന്നെ മിസ്ന, നോക്കട്ടെ. ഓക്കെ, മുല്ല, പല്ലി, കല്ല്, ചെല്ലം. താഴെ എഴുതിയാ? ഓക്കെ, സൂപ്പർ. താഴെയുണ്ട് ഒരു കോളം, അത് കണ്ടോ എല്ലാരും? എഴുതാത്തവരുണ്ടല്ലോ കുറച്ച്. അപ്പൊ ഏതാണെന്ന് അറിയോ? താഴെ ഇതാ പൂരിപ്പിക്കാം എഴുതിയിട്ട് മുല്ല, അവിടെ എഴുതണ്ട് മുല്ല, കല്ല്, ഇല്ല മാത്രം എഴുതിയിട്ട് ഇപ്പൊ 3 കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മുല്ല എഴുതിയ എല്ലാവരും. പിന്നെ താഴെ അതിന്റെ അപ്പുറത്ത് കല്ല് എഴുതണം, പിന്നെ പല്ലി എഴുതണം, പിന്നെ ചെല്ലം. ഓക്കെ, അതുകൂടി കംപ്ലീറ്റ് ചെയ്ത എല്ലാവരും. ഓക്കെ, അനുക്ത എഴുതിയോ മോളെ? എഴുതിയേ ടെക്സ്റ്റില്? ജോവിൻ ആൻഡ് ജോയൽ എഴുതിയോ മോനെ? ഓക്കെ, താഴെ എഴുതിയാ? ഗുഡ്. ഓക്കെ, ജോവിൻ ജോയൽ എഴുതിയോ? ഓക്കെ, എഴുതിയാ? ആ, ഒരാളുടെ ബുക്ക് കണ്ടില്ലല്ലോ മിസ്. എഴുതിക്കോ സംസാരം. ടെക്സ്റ്റിൽ താഴെ ഇവിടെ മുല്ല, കല്ല്, പല്ലി, ചെല്ലം. എഴുതിയോ നാസ? നാസ കുട്ടി എഴുതിയോ മോളെ? മുഹമ്മദ് മുബ്ദാസിം എഴുതിയോ? സാവിയോ എഴുതിയോ? സാവിയോ ജോയി എഴുതിയോ മോനെ? എഴുതി അല്ലേ? ഓക്കെ ഓക്കെ. നിവേദ്യ വീഡിയോ ഓൺ ചെയ്തേ. മിഗ്ദാദ് എന്താ അവിടെ പരിപാടി? മിഗ്ദാദേ, മിഗ്ദാദ് എഴുതുന്നുണ്ടോ? മിഗ്ദാദേ, അഫ്രാസ് എഴുതിയോ? ബുക്ക് കംപ്ലീറ്റ് ചെയ്തോ? അവിടെ എഴുതിയാ? ഓക്കെ, ഗുഡ്. ഓക്കെ, ബിയോണ എഴുതിയോ? ബിയോണ. ഐഫൂൻ എഴുതി. ഐഫൂൻ എഴുതിയ മോളെ? നോക്കട്ടെ. ഓക്കെ, ഗുഡ്, എഴുതിയിട്ടുണ്ട് അല്ലേ ഐഫുന? സൂപ്പർ. സൽമാൻ എഴുതിയിട്ടുണ്ടോ? അനുക്ത എഴുതി. ജോവിൻ ആൻഡ് ജോയൽ എഴുതി. ആദിത് അനൂപ് എഴുതി. അലൻ ജോസഫ് എഴുതി. ആദിത്യൻ എവി എഴുതി. റിച്ചാർഡ് സിജോ എഴുതി. പിന്നെ ജിയ റോസ് എഴുതിയ മോളെ? എഴുതി. ഓക്കെ, ഇഷിക രാജ് എഴുതി. എയ്ബൽ മാത്യു, മുഹമ്മദ് മുബ്താസിം എഴുതി. എഴുതിയില്ലേ മോനെ? ആ, അശ്വിനി എഴുതി. റയാൻ എഴുതി. അയാൻ വിജേഷ് എഴുതി. ആദിൻ എഴുതിയ മോനെ? ആദിൻ. ഷഹ്ബറ എഴുതി അല്ലേ ഷഹ്ബറ? ഓക്കെ, ഗുഡ്. അഫ്രാസ് എഴുതി. മിഗ്ദാദ് എഴുതി. അമൃത എഴുതി. ഹാദി ഹൈദർ എഴുതി അല്ലേ? എല്ലാ കുട്ടികളും എഴുതി. ഇപ്പൊ നല്ല മക്കളാണ്. ഓക്കെ, നെക്സ്റ്റ് ആരാ എഴുതാത്ത നോക്കട്ടെ. ആൻഡ്രോസ് ഡെന്നി എഴുതിയോ മോളെ? ഓക്കെ, ഗുഡ്. സാവിയോ എഴുതി. ജൽവ എഴുതി. അമാൻ മാധവ് എഴുതിയോ മോനെ? ഓക്കെ, ഗുഡ്. അദീന സുനിൽകുമാർ എഴുതി. അൻവിത കെ. അദീന ഓക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? അദീന എഴുതി അല്ലേ? ആയുഷ് എഴുതിയോ മോനെ? ഓക്കെ, അൻവിത കെ എഴുതിയിട്ട് കാണിക്കുന്നുണ്ട്. സൂപ്പർ. ദേവാങ്ക്. ദേവാങ്ക് വീഡിയോ ഓൺ ചെയ്തേ മോനെ? ദേവാങ്ക്. മിഗ്ദാദ് പി എഴുതി. ഷഹ്ബറ എഴുതിയോ? ഷഹ്ബറ. അമൃത എഴുതി. അഫ്രാസ്. ദേവർഷ. ദേവർഷ എഴുതിയോ മോളെ? ഓക്കെ. ആയിഷ ഷിഹാബ് വീഡിയോ ഓൺ ചെയ്തേ. മിസ്സിനെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കാണിച്ചു തന്നെ. ഇഷാദ്. ഇഷാദ് എഴുതി. നാസ എഴുതി. ഓക്കെ, നിവേദ്യ. നിവേദ്യ എഴുതിയ മോളെ? ഓക്കെ, എഴുതിയാ? എന്തേ നിവേദ്യ? പ്ലീസ് അൺമ്യൂട്ട് നിവേദ്യ.
അയ്യോ അത് പാഠശാല വീട്ടിലെല്ലാം ഇല്ലത് അതുകൊണ്ട് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിട്ടാ. അതെ അല്ലേ? ഓക്കെ. റസീൻ എഴുതിയോ മോനെ? ഇഷിക എഴുതിയോ? ഓക്കെ. ഫാത്തിമത്ത് ജുമാന. ജുമാന എഴുതിയോ മോളെ? ജുമാന എഴുതിയോ? ജുമാന കാണിച്ചു തന്നെ നോക്കട്ടെ. മേഡം വെള്ളം എഴുതണോ? വെള്ളല്ല, ഞാൻ കോളത്തിൽ എഴുതേണ്ടതേ എഴുതണ്ട ഇപ്പൊ. ചെറിയ കറിക്കാശ് നൈല ഷക്കീർ എഴുതിയോ? പൈസ കൊടുത്ത് ഹാദിയ എഴുതിയല്ലേ? ഹാദിയ എഴുതിപ്പ അല്ലേ? ഹാദിയ എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? ഹാദിയ സാവ്യ എഴുതി. നൈല ഷക്കീർ വീഡിയോ ഓൺ ചെയ്തേ മോളെ. ഓക്കെ. അമാൻ എഴുതിയാ? എന്താ ആൻഡ്രോസേ, എന്താ പ്രശ്നം? എന്തോ ആടാ മമ്മിയോട് പ്രശ്നമാക്കുന്നുണ്ടല്ലോ. ഉണ്ടോ? ഏബൽ മാത്യു എഴുതിയ മോനെ? മിസ് എഴുതുന്ന എല്ലാം കാണുന്നുണ്ടേ, എല്ലാവരെയും കാണുന്നുണ്ട്. ആരും വിചാരിക്കണ്ട എന്നെ കാണുന്നില്ല എന്നൊന്നും. എല്ലാരെയും കാണുന്നുണ്ട് അല്ലേ റിച്ചാർഡേ? റിച്ചാർഡ് ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെയോ പരിപാടി ടെക്സ്റ്റ് എല്ലാം എടുത്ത് വെച്ച് ഓക്കെ കാണുന്നുണ്ട് കേട്ടോ നല്ലപോലെ. സഹുബറേനെ കാണുന്നുണ്ട്. ആൻഡ്രോസ് കുറച്ച് മുഖമെല്ലാം വീർപ്പിച്ചിരിക്കുന്നുണ്ട് അല്ലേ ആൻഡ്രോസേ? ആരോടാ ഈ ദേഷ്യം? ഓക്കെ. അപ്പോ എല്ലാരും അതുവരെ എഴുതിയല്ലോ. ലൈഫുന എഴുതിയില്ലേ? യെസ് മാഡം. ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് ഈ ഒരു പേജ് നെല്ല് എന്നുള്ളത് പഠിച്ചു. അവിടെ എല്ലാം കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇനി ഏതും ഇല്ലല്ലോ എഴുതാതെ. ഇപ്പൊ നാളികേരത്തിന് നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് പഠിച്ചു. കുട്ടനാടൻ പുഞ്ചയിലെ തിത്തൈ തകതെയ്തോ കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തൈ തകതെയ്തോ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതെയ്തോ പഠിച്ചു അല്ലേ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ ഇപ്പോ? യെസ് മാഡം. യെസ്. ഓക്കെ. ആർക്കെങ്കിലും കേൾക്കാതെയുണ്ടോ? മിഗ്ദാദേ എന്താ ഇവിടെ മണങ്ങി നിൽക്കുന്നേ? ഓക്കെ ലിസൺ ഹിയർ. അദീനക്ക് കേൾക്കുന്നില്ലേ മോളെ? കേൾക്കുന്നുണ്ട്. ആ മാഡം വെള്ളത്തോളം ഇതൊക്കെ എഴുതണോ? വെള്ളോ? ഏത് എഴുതണമെന്ന മോളെ? ഇത് ഇന്ന് നമ്മൾ എഴുതിയത് മുല്ല, പല്ലി, കല്ല്, ചെല്ലം. ഇത്രയാണ് ഇന്ന് എഴുതിയത് നമ്മള്. അത്ര എഴുതണ്ടോ? അപ്പൊ ഇടണ്ടേ? ഏത് എഴുതിയത്? മറ്റേ നമ്മള് പിന്നെ നോട്ട്ബുക്കിൽ എഴുതുമ്പോ ഈ നെല്ല് എഴുതിക്കോട്ടോ. നോട്ട്ബുക്കിൽ എഴുതുമ്പോ നെല്ല്, മുല്ല, കല്ല് മൂന്നെണ്ണല്ലേ എഴുതാൻ പറ്റൂ ഇന്ന്. അന്ന് ഏതൊക്കെ എഴുതിയത് നമ്മള്? കേരളം, വള്ളം, പിള്ള അത്രയല്ലേ എഴുതിയത്. അപ്പൊ വള്ളി തുള്ളി എഴുതിയവര് അതിന്റെ ബാലൻസ് ആയിട്ട് എഴുതിക്കോ. വള്ളി, തുള്ളി, മുള്ള് ഓക്കെ അത് എഴുതിയാ മതി. പിന്നെ അമ്മ, അച്ഛൻ അതൊന്നും എഴുതണമെന്നില്ല. ഇന്ന് ഇത് എഴുതിയാ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇല്ല, നെല്ല് എന്നുള്ളത് എഴുതിയാ മതി. കുറേശ്ശെ കുറേശ്ശെ ഒരു 3 വേർഡ്സ് നോട്ട്ബുക്കിലും എഴുതിയിടണം അല്ലേ? പിന്നെ നമുക്കൊരു കഴ്സീവ് ബുക്ക് ഉണ്ട് അല്ലേ? കഴ്സീവ് നോട്ട്ബുക്ക് ഒരു കോപ്പി ഇല്ലേ? അക്ഷരദീപം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫസ്റ്റ് പേജ് എഴുതണം ഇന്ന് കേട്ടോ. ഫസ്റ്റ് പേജ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചാണേ. ഞാൻ ആ കഴ്സീവ് ബുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ കഴ്സീവ് ബുക്ക് ഉണ്ടല്ലോ എല്ലാവർക്കും, ഒരു അക്ഷരദീപം അത് എഴുതിക്കേ. ഓക്കെ. അതിൽ നിന്ന് ഒരു പേജ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. മെല്ലനെ എഴുതിയാൽ മതി. ഒരുപാട് ഒന്നിച്ച് എല്ലാവരും എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഴുതണ്ട. സാവകാശം നമുക്കത് തുടങ്ങാം അല്ലേ? അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തോ. അക്ഷരദീപം എന്നുള്ള ബുക്ക്. അപ്പൊ നിങ്ങൾക്ക് എഴുതാനും പഠിക്കും അല്ലേ? അപ്പൊ മുതലായിരിക്കും അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വരാക്ഷരങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാലോ അല്ലേ?
അത് കഴിഞ്ഞ് വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്, അങ്ങനെ എഴുതിയാൽ മതി. കുറേശ്ശെ എഴുതിയാൽ മതി. ആദ്യത്തെ പേജ് മാത്രം ഇന്ന് എഴുതിയാൽ മതി, കഴ്സീവിന്റെ കേട്ടാ. എല്ലാവരും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, എല്ലാ കുട്ടികളും ചെയ്യണേ, എഴുതാതിരിക്കതേ ആരും. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഒന്നുകൂടി വായിക്കാം. വള്ളം അല്ലെ, വള്ളം അറിയാ, വായിച്ചു, പാട്ട് പാടി. പിന്നെ പിള്ള്, പിള്ള, വള്ളി, തുള്ളി, മുള്ള്. പിന്നെന്താ വായിച്ചത്? അമ്മ, അച്ഛൻ, പിട, പൂവൻ, അവൾ, അവൻ, പെണ്ണ്, ആണ്. നെക്സ്റ്റ് നെല്ല്. നോക്കുന്നുണ്ടോ ടെക്സ്റ്റിലേക്ക് എല്ലാവരും? നെല്ല് അല്ലേ. ഞാറായാൽ ചോറായി. പിന്നെ എഴുതാനുണ്ടായത് വായിക്കാം എഴുതാന്നുണ്ട് അല്ലേ. അപ്പൊ മുല്ല, പല്ലി, കല്ല്, ചെല്ലം. പിന്നെന്താ പൂരിപ്പിക്കാന്നുള്ള? മുല്ല നമ്മൾ പൂരിപ്പിച്ചു, കല്ല് പൂരിപ്പിച്ചു, പല്ലി, ചെല്ലം. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലേ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ ഇന്ന് പഠിച്ചത്? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? അദീന മനസ്സിലായില്ലേ മോളെ? നമുക്ക് അടുത്ത പേജ് തെങ്ങ് നാളെ എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ സമയം ഏകദേശം തീരാറായി, അതുകൊണ്ട് നമുക്ക് നാളെ എടുക്കാതെ അല്ലേ. അപ്പൊ എല്ലാവരും ഇന്ന് ആ അക്ഷരദീപം ബുക്കിലത്തെ ഫസ്റ്റ് പേജ് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യണം. പിന്നെ ഇതിൽ നിങ്ങൾ പിള്ള, വള്ളി, തുള്ളി എത്ര എഴുതിയത് എല്ലാവരും? എഴുതിയതിന്റെ ബാക്കി, അതായത് ഒരു 3 വേർഡ്സ് നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ, ടെക്സ്റ്റ് ഇപ്പം തന്നെ കംപ്ലീറ്റ് ആയല്ലോ. ഓക്കെ, നോട്ട്ബുക്കിൽ അത് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നാളെ തെങ്ങിനില് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെ പഠിച്ചു ഇന്ന്? ആ പാട്ടൊന്ന് ആരാ പാടുവോ? ഫസ്റ്റ് പാട്ട് ആരാ പാടുന്നേ? സൽമാന? സൽമാൻ നാസർ പാടുന്നോ? പ്ലീസ് അൺമ്യൂട്ട് സൽമാൻ നാസർ. സൽമാൻ നാസർ പഠിച്ചിട്ടില്ലേ? ഇനി ആരാ പാടുന്നേ? ഒന്ന് കൈപൊക്കിയേ. ഇഷിക രാജ്. ആ, പ്ലീസ് അൺമ്യൂട്ട് ഇഷിക രാജ്. പാടിയേ. ഇപ്പൊ ഹാദിയ പാടിയ പാട്ട് നാഴിയിട, അത് മുതലേ പഠിക്കും. നാളികേരത്തിന്റെ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങളുണ്ട്. ഓക്കെ, മധുരം മധുരം മലയാളം. നെക്സ്റ്റ്. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കൊയിലാളെ വേണം. അടിയേശിക. ഒട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈതൈതോം അല്ലേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയാം അല്ലെ. ഇനി ആർക്കാ പാടേണ്ടത്? ഇത് റിച്ചാർഡിന് പാടണം. വേഗം, ഇപ്പൊ നമ്മുടെ സമയം കഴിയാറായി. നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങളിൽ മണ്ണുണ്ട്, അതിൽ കിളിക്കൂടുപോലുള്ളൊരു മധുരം മധുരം മലയാളം. ഓക്കെ, നാടൻ കുയിലായിലെ തിത്തേതോ കൊട്ട് കൊച്ചു പെണ്ണെ കുയിലാണ് കൊട്ട് വേണം, കുഴൽ വേണം, കുരവ വേണം. ഓക്കെ, ഗുഡ്. അപ്പൊ എല്ലാവരും പാട്ട് പഠിക്കണേ, നമ്മുടെ സമയം തീരാറായി. ഓക്കെ, അപ്പൊ എല്ലാവരോടും ബൈ പറയണേ. ഓക്കെ, അപ്പൊ ഇനി
നെക്സ്റ്റ് ദിവസം കാണാട്ടോ. ഓക്കെ, ബൈ, സി യു, ബൈ.